നാടകത്തെ നെഞ്ചിലേറ്റിയ കലാപ്രതിഭയായിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച കൊല്ലാർകണ്ടി ഗോപാലൻ. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഗോളിയോ റയോൺസിൽ ജോലിക്കെത്തിയ പ്രതിഭാശാലികൾ ചേർന്ന് രൂപം കൊടുത്ത ഫാം ക്ലബിന്റെ സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹം. കലാസ്വാദകർ ഏറെയുള്ള മുക്കത്ത് നാടകം അവതരിപ്പിക്കാൻ നാടക സംഘങ്ങൾ കൊതിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. KPSCയും കാദംബരിയുമെല്ലാം വേദിയിൽ നടനവിസ്മയം തീർത്ത കാലം. ചാത്തമംഗലം ചൂലൂർ സ്വദേശിയും മാവൂർ ഗോളിയോ റയോൺസിലെ ജീവനക്കാരനുമായിരുന്ന കൊല്ലാർകണ്ടി ഗോപാലൻ അന്ന് നാടകം കാണാൻ മുക്കത്തെത്തുമായിരുന്നു. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഗോളിയോ റയോൺസിൽ ജോലിക്കെത്തിയ പ്രതിഭാശാലികൾ ചേർന്ന് രൂപം കൊടുത്ത ഫാം ക്ലബിൻ്റെ സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹം. നാടകരചയിതാവും നടനും സംവിധായകനുമൊക്കെയായ വിശ്വം K. അഴകത്തിൻ്റെ പള്ളിവേട്ട, തിലകോദയം, ചയനം, ചുവന്ന കായൽ തുടങ്ങിയ നാടകങ്ങളിലെ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച ഗോപാലൻ വർഷങ്ങൾക്ക് ശേഷം മുക്കത്തെ സ്ഥിര താമസക്കാരനായി. പിന്നീട് മുക്കത്തിൻ്റെ നാടക ചരിത്രത്തിൽ പുതിയ അധ്യായം രചിക്കുകയായിരുന്നു അദ്ദേഹം. പുരുഷൻ കടലുണ്ടി, മാവൂർ വിജയൻ, R. ഗോപിനാഥ് തുടങ്ങിയ നാടകരംഗത്തെ കുലപതികൾക്കൊപ്പം സ്റ്റേജിൽ അദ്ദേഹം നിറ സാന്നിധ്യമായി. സുരാസുവിൻ്റെ നാടകക്കളരിയിലും കുറച്ചുകാലം അദ്ദേഹം ഉണ്ടായിരുന്നു. മുക്കമായി സ്കൂളിലെ കുട്ടികളെ നാടകം പഠിപ്പിച്ചുകൊണ്ട് മുക്കത്തിൻ്റെ പുതിയ തലമുറയ്ക്ക് പ്രചോദനമായി. മരത്തവള ഉൾപ്പെടെ ഒട്ടേറെ നാടകങ്ങൾ സംസ്ഥാന സ്കൂൾ യുവജനവേദികളിൽ വിജയകിരീടമണിഞ്ഞു. മുക്കത്തെ കലാകാരന്മാരുടെ സംഘടനയായ ബോധിയിൽ മുക്കം ബാസിക്കും അശോകൻ മാസ്റ്റർക്കും മുക്കം വിജയനുമൊപ്പം വൈവിധ്യമാർന്ന വേഷങ്ങളിൽ അഭിനയിച്ചു. ഓംചേരിയുടെ ആന ഇക്കൂട്ടത്തിൽ വേറിട്ട അനുഭവമായിരുന്നു. ഇരുവഴിഞ്ഞിപ്പുഴയിലെ ഉൾപ്പെടെ മണൽവാരലിനെതിരെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെയും കൊല്ലാർകണ്ടി ഗോപാലൻ എഴുതി അവതരിപ്പിച്ച നാടകങ്ങൾ പ്രേക്ഷക മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നവയാണ്. അഗസ്ത്യൻ മൊഴിയിലെ നാട്ടുകൂട്ട നാട്ടരങ്ങിൻ്റെ നാടകസന്ധ്യകളിൽ പിന്നീട് അദ്ദേഹം സജീവ സാന്നിധ്യമായി. ധാരാളം സിനിമകളിലും ഹ്രസ്വ സിനിമകളിലും വേഷമിട്ട ഗോപാലൻ അവസാനമായി അഭിനയിച്ചത് തൃക്കുടമണ്ണ ശിവക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് മുക്കബ്ബാസി രചിച്ച മാർത്താണ്ഡയൻ എന്ന സംഗീത ഹാസ്യ നാടകത്തിലായിരുന്നു. ഗുരു, ആ മനുഷ്യ സ്ത്രീയുടെ കഥ പറയൂ, നാം കേൾക്കട്ടെ. രാവണ, ആ കഥ ഞാൻ മറന്നുപോയി. ഞാൻ പുതിയൊരു കഥ പറയാം. ഗുരു, മറന്നുപോയത് കണ്ടെത്തി പുനരാരംഭിക്കുകയല്ലേ വേണ്ടത്? പക്ഷേ പണ്ടത്തതുപോലെ ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ഓർമ്മയുള്ളത് ആലോചിക്കാം. കുബേരന്റെ മാതാവ് ദേവവർണ്ണയാണ് ആ യുദ്ധത്തിന്റെ കാരണം. രാവണ, ആരവിടെ? രാക്ഷസ കിങ്കര? അതിന് നല്ല നർത്തകികളെ വിളിക്കാട്ടോ. വേണ്ട, രാക്ഷസ കിങ്കരൻ വരട്ടെ. അടിയൻ ഇവിടെയുണ്ട് ലങ്കാധിപ. കിങ്കര, ലങ്കാദേശത്ത് വീശുന്ന ഉഷ്ണക്കാറ്റിന്റെ ഫലമാണോ എന്നറിയില്ല. രാജഗുരു നിന്ന് വിയർക്കുന്നു. അദ്ദേഹത്തെ അന്തഃപുരത്തിലേക്ക് ആനയിച്ചാലും. നിങ്ങൾ 4 പേജ് വിട്ടുവെക്കട്ടോ. ആ 4 പേജ് ഞങ്ങളുടെ കീറിക്കാണ്, എനിക്ക് പറയാൻ കിട്ടില്ല. രാജഗുരു, അങ്ങ് എന്താണ് പിച്ചും പേയും പറയുന്നത്? രാവണസേന വന്നാൽ നാം എങ്ങനെ നേരിടും വാനര? വാനരസേന വന്നാൽ നാം എങ്ങനെ നേരിടും രാവണ? അല്ല പറയേണ്ടി. നീ ഇവിടുന്ന് അങ്ങോട്ട് നോക്കാം. രാജഗുരു, നാം തട്ടിക്കൊണ്ടുവരേണ്ട മുനികന്യകയുടെ കുലവും പേരും അരുളിയാലും. അതാ പിന്നെ ചോദിക്കുന്നതാ. എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യ്. രാജഗുരു കൽപ്പിക്കുന്നു, മിണ്ടിപ്പോവരുത് രാവണ. ഇന്ത്യ നീ സുന്ദരി, ഓർമ്മകളുണ്ടായിരിക്കണം, അലിബായ് എന്നീ സിനിമകളിലും മോഹൻദാസ് പൊറ്റമ്മൽ സംവിധാനം ചെയ്ത ആരും അന്യരല്ല, പുനർജന്മം, പ്രപഞ്ചമേ നീ സാക്ഷി, രാജീവ് കൗതുകം ചെയ്ത വളപ്പൊട്ടുകൾ എന്നീ ടെലി സിനിമകളിലും ചെറുതും വലുതുമായ നിരവധി നാടകങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പോവാണോ? അതെ. പോണ്ടാന്ന് പറയാൻ അച്ഛമാമയ്ക്ക് അധികാരമില്ലല്ലോ. പോട്ടെ സോമ. മക്കളെ, ഞാനും വരട്ടെ നിങ്ങളെ കൂടെ. എന്താ അച്ചോമ ഈ പറയണേ? ഞാനും നിങ്ങളുടെ കൂടെ വരിക. അച്ചോമയ്ക്ക് എല്ലാരും ഇല്ലേ? ഓ, എല്ലാരും ഉണ്ട്. പക്ഷെ വയ്യ ഒറ്റയ്ക്ക്. നിങ്ങളെ കൂടെ ആവുമ്പോ എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്നുള്ള ഒരു തോന്നല്. ന്യൂസ് ബ്യൂറോ, മുക്കം.